സ്പേസ് എക്സ് നാസയ്ക്ക് പാരലാണോ അതോ അവർ കോംപ്ലിമെൻ്ററി ആണോ? പലയിടത്തും കോംപ്ലിമെൻ്ററി ആയിട്ട് ആണ്. അവർ കോംപ്ലിമെൻ്ററി ആണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെയുള്ള സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്കും വേണം, നമുക്കും സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികളിലൂടെ ഉണ്ടായേ പറ്റൂ. അത് ഒരു കോംപ്ലിമെൻ്ററി റോളിലാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് പോളിസിയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ISRO രണ്ട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, നോളജ് ഡെവലപ്പ് ചെയ്യുക, R&D നടത്തുക, ടെക്നോളജി ഉണ്ടാക്കുക. രണ്ട്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് ലോഞ്ച് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുക. ഇത് രണ്ട് മേഖലയാണ്. ഒന്ന് R&Dയുടെയും നോളജിൻ്റെ മേഖലയും, രണ്ട് ഓപ്പറേഷണൽ മേഖലയും. ഈ ഓപ്പറേഷണൽ പാർട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്ല, പക്ഷേ R&D സ്റ്റിൽ വിൽ ബി വിത്ത് R&D വിൽ ബി വിത്ത് ISRO. അപ്പോൾ അത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിരിക്കും R&D. അപ്പോൾ അതിനുവേണ്ടി ലബോറട്ടറികൾ ഉണ്ടാകണം, റിസർച്ചുകൾ ഉണ്ടാകണം, സയൻറ്റിസ്റ്റ് ഉണ്ടാകണം, ഗ്രോത്ത് ഉണ്ടാവും അതിനകത്ത്. പക്ഷേ റോക്കറ്റ് നിർമ്മിക്കുക എന്നുള്ളൊരു റൊട്ടീൻ കാര്യമാണ്. ഇപ്പോൾ ഒരിക്കൽ ഡിസൈൻ ചെയ്ത റോക്കറ്റ് ഒരു 50 എണ്ണം ഉണ്ടാക്കുക, 100 എണ്ണം ഉണ്ടാക്കുക, വിക്ഷേപിക്കുക, അതൊരു റൊട്ടീൻ കാര്യമാണ്. പക്ഷേ അതിനകത്ത് നോളജ് എലിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഇതിൻ്റെ അത്ര ഇൻറ്റൻസ് അല്ല. ഒരു ഡെവലപ്മെൻറ്റ് 15 കൊല്ലം നമ്മൾ ഡെവലപ്മെൻറ്റ് ഇൻറ്റൻസിറ്റി ഒരു ഓപ്പറേഷണൽ ഇൻറ്റൻസിറ്റിയിൽ ആവശ്യമില്ല, നോളജ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഒരു പ്രൈവറ്റ് എക്കോസിസ്റ്റത്തെ ഈ ഓപ്പറേഷണൽ പാർട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവരുടെ നോളജും ഡെവലപ്പ് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് മോഡിഫിക്കേഷൻ വരുത്താനും ഇമ്പ്രൂവ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ കഴിവുണ്ടാകും. ഇന്നത്തെ കുഴപ്പമെന്ന് വെച്ചാൽ പ്രൈവറ്റിൽ നോളജ് ലെവൽ ലോയാണ്. അപ്പോൾ ഈ ലോ നോളജ് ലെവൽ വെച്ചിട്ട് അവർക്കൊരു പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിൽ ഈ നോളജ് ലെവൽ കൂട്ടുക, സോ ദാറ്റ് ദേ ക്യാൻ ഡു ദംസെൽസ്. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുക. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്ത ഒരു 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ PSLV റോക്കറ്റിനെ പ്രൈവറ്റ് കമ്പനിക്ക് ഓഫർ ചെയ്തു, നിങ്ങൾക്കിത് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത് ലോഞ്ച് ചെയ്യാം. അതിനൊരു ടെൻഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു കൺസോർഷ്യത്തിന് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ സ്വയം പണമിട്ട് PSLV ഉണ്ടാക്കി വിക്ഷേപിക്കുക, ഞങ്ങൾ നിങ്ങളെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ അറിവോ കുറവോ ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നിർമ്മിക്കുക, നിങ്ങൾ വിക്ഷേപിക്കുക. നിങ്ങൾ തന്നെ പണം മുടക്കി ഉണ്ടാക്കണം, ഗവൺമെൻറ് പണം തരില്ല. ആ വിക്ഷേപണത്തിന് കിട്ടുന്ന പൈസ ലാഭം നിങ്ങളെടുത്തു. അപ്പോൾ ഇതാണ് ISRO ബാക്കിൽ ടെക്നോളജി സപ്പോർട്ടറായിട്ട് നിൽക്കുകയും ഇൻഡസ്ട്രി ഫ്രണ്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ ഫോറിൻ പ്ലേയേഴ്സിനും റോൾ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ പ്ലേയേഴ്സിനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രി കൺസോർഷ്യത്തിനാണ് ഈ ഓർഡർ കൊടുത്തത്. HAL, ലാർസൻ ആൻഡ് ടുബ്രോ, അങ്ങനെ 4-5 കമ്പനികൾ ചേർന്ന് അവർ ഈ കൺസോർഷ്യം ഫോം ചെയ്ത് 5 PSLV ഇപ്പോൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ PSLV അവർ ലോഞ്ച് ചെയ്യും. അവർക്ക് ഇപ്പോൾ ഈ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപണം നടത്തുമ്പോൾ പൈസ കിട്ടൂലേ? അപ്പോൾ അവരുടെ നിർമ്മാണ ചെലവും കോസ്റ്റ് ഓഫ് ലോഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അത് അവരുടെ ലാഭം. നമ്മളൊരു കൊമേഴ്ഷ്യൽ ലോഞ്ചിൽ എങ്ങനെ ഇപ്പോൾ സ്പേസ് എക്സ് ലോഞ്ച് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാക്കുന്നത്? സെയിം പ്രിൻസിപ്പിൾ. പ്രൈവറ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ്, അവർ പ്രൈവറ്റ് ആയിട്ടുള്ളത് ഇന്ത്യൻ സാറ്റലൈറ്റ് ഇപ്പോൾ ISRO ഗവൺമെൻറ് വിട്ടുവിട്ടാൽ ഗവൺമെൻറ് പൈസ കൊടുക്കും. ഓക്കെ, പക്ഷേ റോക്കറ്റ് നിർമ്മിക്കാൻ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നില്ല. നേരത്തെ ISROയ്ക്ക് റോക്കറ്റ് നിർമ്മിക്കാൻ ഗവൺമെൻറ് പൈസ തന്നിരുന്നു, ഇപ്പോൾ ഗവൺമെൻറ് പൈസ തരുന്നില്ല. പ്രൈവറ്റ് കമ്പനി പൈസ ഇട്ട് റോക്കറ്റ് നിർമ്മിച്ച് റെഡിയാക്കി വയ്ക്കും. ഇപ്പോൾ ISRO വന്ന് ലോഞ്ച് ചെയ്യണമെങ്കിൽ ISRO പൈസ കൊടുക്കണം, പ്രൈവറ്റ് വന്ന് കൊടുക്കണമെങ്കിലും പ്രൈവറ്റ് പൈസ കൊടുക്കണം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും അത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് മോഡലാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് ടെക്നോളജി ISROനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വിൽ ISRO ഓൾസോ ഗെറ്റ് പെയ്ഡ് ഫോർ ദാറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ? അതിന് 2 രീതിയിലുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ ഇപ്പോൾ നടക്കുന്നില്ല. ടെക്നോളജി ട്രാൻസ്ഫർ PSLVക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഇത്രയും കേപ്പബിലിറ്റിയുള്ള ആളുകൾ വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ ISROയിൽ ഒരു നോളജ് ഉണ്ട്. ഇപ്പോൾ ഞാൻ റോക്കറ്റിനെ നിർമ്മിക്കണമെങ്കിൽ ഒരു നോളജ് ഉണ്ട്. ഈ നോളജാണ് ടെക്നോളജി എന്ന് പറയുന്നത്. നോളജ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്യുന്ന സൈഡിൽ അതുപോലെയുള്ള ആളുകൾ വേണം. അതില്ല. അവിടെ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റി ഉള്ളവർക്ക്, അവർക്ക് ഇതിൻ്റെ വൈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന ആളുകളില്ല, ഹൗ ആൻസർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സ്റ്റാർട്ടപ്സ് ആർ മോസ്റ്റ്ലി എയറോസ്പേസ് എഞ്ചിനീയേഴ്സ് അല്ലേ? അതെ. ഇപ്പം നിങ്ങൾക്കറിയാം ISRO എന്ന് പറഞ്ഞൊരു 17,000 ആളുകളുള്ള ഒരു സംഘടനയാണ്. ഇതിനുള്ളിലാണ് ആ നോളജ് ഇരിക്കുന്നത്. ഇതൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ല. ഇത് ഒരു ജനറേഷൻ്റെ നോളജാണ്. ഈ ജനറേഷൻ നോളജാണ് റോക്കറ്റുകളെയും ഉപഗ്രഹങ്ങളെയും കൃത്യമായിട്ട് വർക്ക് ചെയ്യിക്കുന്നത്. അല്ലാതെ ഒരു പുസ്തകത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അത് വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവണം. അത് എല്ലാ രാജ്യത്തും ഉണ്ടാവും. ഇപ്പോൾ സ്പേസ് എക്സ് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും നാസയിലെ ചീഫ് റിസർച്ചേഴ്സും ടെക്നോളജിസ്റ്റിൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. ഇൻവോൾവ്മെൻറ്റ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. അല്ലാതെ ഒരു കാറ് പോലെ നമുക്ക് പ്രൊഡക്ഷൻ ലൈനിൽ ഉണ്ടാക്കി വിടാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരു ഉപഗ്രഹവും റോക്കറ്റിനും അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഓരോ ഡൊമൈനിലും 30-40 വർഷം വർക്ക് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സാധനം കറക്റ്റായിട്ട് പോകുള്ളൂ. ഇന്നലെ വന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല.
പക്ഷെ നാഷണൽ ഫ്യൂച്ചറിലെ XISRO കക്ഷികളൊക്കെ ഇങ്ങോട്ട് മാറാൻ ഉണ്ട്. XISRO എന്ന് പറഞ്ഞാൽ എത്ര പേര് മാറാം? 10-12 പേര്. സെർവ് ചെയ്യുന്ന ആളുകളെ തന്നെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോളജ് അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് ഗവൺമെന്റ് ജോബ് അല്ലേ? അപ്പോൾ അതിനുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പോളിസി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ISROയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സബാറ്റിക്കലായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ പോയി 10 വർഷം വർക്ക് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു റൂൾ ഇന്ന് നമുക്കില്ല. അതുണ്ടാവണം, എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാവണം. ഇന്നിപ്പോൾ അക്കാഡമിക്സിലൊക്കെ അതുണ്ട്, അക്കാഡമിക്സിലുണ്ട്, പ്രൊഫസേഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ റിസർച്ച് ലബോറട്ടറിയിൽ ഇന്ന് പ്രൈവറ്റ് കണക്ടിവിറ്റി ഇന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് റിസർച്ച് ലാബിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യലി ഇൻവോൾവ് ആയിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കമ്പനി ഉണ്ടാക്കുകയും തിരിച്ച് റിസർച്ചിലേക്ക് വരികയും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു മൊബിലിറ്റി ഇന്ന് ഇന്ത്യയിൽ വന്നിട്ടില്ല. ആ മൊബിലിറ്റി വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നേരത്തെ PSLVയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് കണ്ടീഷണലാണോ? അത് ഇന്ത്യൻ സാറ്റലൈറ്റ്സ് മാത്രമേ ലോഞ്ച് ചെയ്യാൻ? അങ്ങനെയൊന്നുമില്ല. അത് കൊമേഴ്ഷ്യൽ. ഇപ്പോൾ നമ്മൾ 430ഓളം വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് കഴിഞ്ഞു. ഈ ഉപഗ്രഹങ്ങളെ അവർക്ക് വിക്ഷേപിക്കാം. ഇപ്പോൾ വിദേശ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാം. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ് ടെക്നോളജി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ഈ റോക്കറ്റിനെ കുറിച്ച് ഇത്രയും സംസാരിച്ച് കഴിഞ്ഞൊരു 40 കൊല്ലം ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടുള്ള അറിവാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ അറിവ് ഒരു കൊല്ലം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കാൻ കിട്ടില്ല. അതൊരു 1 വർഷം കൊണ്ട് നടക്കില്ല, 10 വർഷം കൊണ്ട് നടക്കില്ല. പക്ഷേ ആളുകൾ പറയും ഇങ്ങനെ എന്താ ഈ അറിവെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അറിവെന്ന് പറയുന്നത് അതുമായിട്ട് ഇപ്പം നമ്മളല്ലേ ഒരു ഡോക്ടർ എങ്ങനെ നല്ലൊരു സർജനാവുന്നു, ഒരു എക്സ്പേർട്ട് സർജനാകണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് പഠിക്കണം. അല്ലാതെ എത്രമാത്രം പുസ്തകം വായിച്ചാലും നിങ്ങളൊരു നല്ല സർജനാവില്ല. അതേപോലെ തന്നെ റോക്കറ്റ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നവരും. അപ്പോൾ നമ്മൾ നമ്മുടെ സീനിയർ ആളുകളുടെ ഒപ്പം നടന്ന് ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഓരോ പാരാമീറ്ററുകളുടെ ഞങ്ങളൊരു കർവ് കണ്ടാൽ നിങ്ങൾ ECG കാണുന്ന പോലെയാണ്. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടത് വർക്ക് ചെയ്യുന്നില്ല, അത് മെറ്റീരിയലിൻ്റെ നോളജ് മുതൽ പ്രോസസ് നോളജ് മുതൽ വർക്ക് ചെയ്യുന്ന നോളജ്, ഇത്രയും നോളജുകൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നോളജ് നമ്മുടെ കയ്യിലുണ്ട്. അത് പുസ്തകം എഴുതി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കമ്പനികളോട് പറയുന്നത് നിങ്ങൾ റോക്കറ്റ് നിർമ്മിക്കൂ, ഞങ്ങളുടെ ഒപ്പം നിന്ന് നിർമ്മിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയും. SSLV എന്ന് പറയുന്ന റോക്കറ്റ് അങ്ങനെ നമ്മളിപ്പോൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. ആ റോക്കറ്റ് നിർമ്മാണം ടെക്നോളജി ട്രാൻസ്ഫർ മോഡിലാണ് ചെയ്യാൻ പോകുന്നത്. അതൊരു കമ്പനി അത് ടേക്കപ്പ് ചെയ്യും. അവർ നമുക്ക് ടെക്നോളജിക്ക് പൈസ തരും, നമുക്ക് ഒരു ഫണ്ട് തരും. ഇത് ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് 2 വർഷം അതിൻ്റെ എഞ്ചിനീയേഴ്സ് ഞങ്ങളുടെ ഒപ്പം നിന്ന് ISROയ്ക്ക് ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഈ റോക്കറ്റ് നിർമ്മിച്ച് അവർ അവരുടേതായ റോക്കറ്റായിട്ട് ലോഞ്ച് ചെയ്യും. 2 വർഷം കൊണ്ട് ഈ വിവരമെല്ലാം അവർക്ക് കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കിട്ടുമോ ഇല്ലെന്ന് നമ്മൾ നോക്കണം. പക്ഷേ അവർ മനസ്സിലാക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കാണില്ല 2 വർഷം കൊണ്ട്, എനിക്കത് ഉറപ്പുണ്ട്. എന്നാലും ഒരു റോക്കറ്റിനെ നിർമ്മിച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാഥമിക അറിവ് ആ കമ്പനിക്ക് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ മോഡും കൂടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. തിരിച്ചുണ്ടാവില്ലേ ബെസ്റ്റ് ബ്രെയിൻസിനെ ഇങ്ങോട്ട് അബ്സോർവ് ചെയ്യാനുള്ള പദ്ധതി ഉണ്ടാവില്ലേ? എവിടെ നിന്നുള്ള ബെസ്റ്റ് ബ്രെയിൻസ്? ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ വരുന്നതല്ലേ, ഇപ്പോൾ നിങ്ങൾ തന്നെ 2 വർഷം വർക്ക് ചെയ്യുന്നതല്ലേ? അങ്ങനെ ഇപ്പം നമുക്ക് ബെസ്റ്റ് ബ്രെയിനുകളുടെ ഒരു കുറവൊന്നും നമുക്കിപ്പോൾ ഇല്ല തൽക്കാലം. എൻ്റെ ഹൈ പോയിന്റ് ചോദിച്ചാൽ ഞാൻ PSLV എന്ന റോക്കറ്റ് നിർമ്മാണ സമയത്താണ് ISRO ജോയിൻ ചെയ്തത്. പക്ഷേ അത് തീർന്നപ്പോഴത്തേക്കും 1995 അതിനുശേഷം പിന്നെയും കുറേ കാലം വർഷം 2002 ആയപ്പോഴാണ് പുതിയ റോക്കറ്റ് GSLV Mark 3 എന്ന റോക്കറ്റ് നിർമ്മിക്കാനായിട്ടുള്ള ടീം ഫോം ചെയ്തത്. അപ്പോൾ അതിനകത്തുള്ള ടീമിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുക, അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക 2002. പക്ഷേ 2014 ആയപ്പോൾ റോക്കറ്റ് വിക്ഷേപിച്ച് അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. ഓക്കെ, വിജയകരമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ലോഞ്ച് നടത്തിയ പ്രോജക്റ്റ് ഡയറക്ടറാണ്. അപ്പോൾ 2002 മുതൽ 2014 വരെ ഒരു കാലഘട്ടത്തിൽ ഈ ഡിസൈനിനകത്തൂടെ കടന്നുപോയി റോക്കറ്റിനെ നിർമ്മിച്ച് വിജയകരമായിട്ട് വിക്ഷേപിച്ചു. ആ റോക്കറ്റാണ് ഇന്ന് ചന്ദ്രയാൻ 3ഉം 2ഉം ഒക്കെ വിക്ഷേപിച്ച റോക്കറ്റ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെ വിക്ഷേപിക്കാൻ പോകുന്ന റോക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഡിസൈനും നിർമ്മാണമാണ് എൻ്റെ ലൈഫിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. ഒരു 2002 മുതൽ 2014 വരെയുള്ള കാലഘട്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് അതാണ്. റോക്കറ്റിൻ്റെ എൻഡ് ടു എൻഡ് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുന്നത് മുതൽ അതിൻ്റെ വിജയിപ്പിക്കുന്ന വരെയുള്ള സകല കാര്യങ്ങളിലും ഉള്ള ഒരു എക്സ്പോഷർ, പാർട്ടിസിപ്പേഷൻ. ഞാൻ മാത്രമല്ല ചെയ്തത്, ഒരുപാട് ആളുകൾ അതിനകത്ത് വന്നു പോയി. എൻ്റെ ബോസായിരുന്നു എൻ്റെ ആദ്യ പ്രോജക്റ്റ് ഡയറക്ടർ രാമകൃഷ്ണൻ. അതിനുശേഷം പല ആളുകളും വന്നു. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം പഠിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്, ലൈഫിലെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നതാണ്.
വിചാരിച്ചു സർ ചന്ദ്രയാനും ആദിത്യ അതായിരിക്കും hypo. അത് ചെയർമാനായ ശേഷം ഉണ്ടായ ഹൈ പോയിന്റുകളല്ലേ. ഒരു മിഷൻ ഡേയില് ചെയർമാൻ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. നമ്മൾ രാവിലെ പോയി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹാപ്പി ആയിട്ട് പോയി ലോഞ്ച് ചെയ്യും. അല്ല ദിവസങ്ങളോളം ഉറങ്ങാണ്ടിരുന്ന് എന്തിനും ഉറങ്ങാതിരിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ആരും ഉറങ്ങാതിരുന്നൊന്നും വർക്ക് ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും ആളുകളോട് ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യാറ്. പക്ഷെ നമ്മൾ 24 hours നമ്മൾ വർക്ക് ചെയ്യുന്നത്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 24/7 പ്രോസസ്സ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. ചിലപ്പോൾ ലാസ്റ്റ് ഫേസിലൊക്കെ നമ്മൾ ആരും, കാരണം അതങ്ങനെയാണ് നടക്കുന്നത്. അതിൻ്റെ അർത്ഥം ആരും ഉറങ്ങാതിരിക്കുന്നൊന്നുമല്ല. നമ്മളെല്ലാം സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഷിഫ്റ്റുകളും ഷെഡ്യൂളൊക്കെ ഉണ്ട്. ആളുകൾ ഇന്ന സമയത്ത് വരണമെന്നും, ഇപ്പോൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് ഈ ടീം വർക്ക് ചെയ്യുന്നത്, ഇത്ര മണി മുതൽ ഇത്ര, അതിന് നമ്മൾ കൗണ്ട് ഡൗൺ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ അവർ അവരുടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഡ്രസ്സപ്പ് ചെയ്ത് വരും. രാത്രി 1 മണിയായിരിക്കും, 2 മണിയായിരിക്കും, 3 മണിയായിരിക്കും, വെളുപ്പിനായിരിക്കും. ദേ ആർ ഫിക്സ്ഡ് ടൈമുണ്ട്. അപ്പോൾ വന്ന് ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്തിട്ട് അവർ തിരിച്ചു പോയി കിടക്കും. അടുത്ത ബാച്ച് വന്ന് അടുത്ത കാര്യങ്ങൾ ചെയ്തു പോകും. അങ്ങനെ നമ്മളൊരു വളരെ ടൈം ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാളൊന്നും സംസാരിക്കൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം എന്താ ചെയ്യണമെന്ന്. ആ പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ആ പ്രോട്ടോകോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പെർഫെക്റ്റ് ചെയ്തൊരു പ്രോട്ടോകോളുണ്ട്. അത് ഒരു സീക്വൻസ് ഓഫ് വർക്കാണ്. ഒരു 3 മാസത്തേക്കുള്ള ഒരു സീക്വൻസ് ഓഫ് വർക്കാണ്. ആ സീക്വൻസ് ഓഫ് വർക്ക് നമ്മൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട്. പ്രോജക്റ്റ് ഡയറക്ടർ എന്നൊരാളുണ്ട്, അതിനുശേഷം മിഷൻ ഡയറക്ടറുണ്ട്, വെഹിക്കിൾ ഡയറക്ടറുണ്ട്, ലോഞ്ച് ഓപ്പറേഷൻസ് ഡയറക്ടറുണ്ട്. ഇവരെല്ലാം അവർക്ക് വേണ്ട റോളുകൾ ഓരോ ടീമിനും ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അക്രോസ് ദ കൺട്രിയാണ് ഇവരെല്ലാം വരുന്നത്. അതായത് നമ്മളൊരു ഓഫീസിലിരുന്നല്ല വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം അടുത്ത് ട്രാവൽ ചെയ്ത് അവിടെ എത്തണം, ഇന്ന ദിവസം ഇന്ന മണിക്കൂറിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എത്തിയിരിക്കണം അവിടെ. അപ്പോൾ അവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പല സ്ഥലത്തുനിന്നും ആളുകൾ വരിക. ലോജിസ്റ്റിക്സ് ഉണ്ട്, വണ്ടികൾ സാധനങ്ങൾ കൊണ്ടുവരണം, ഫുഡ് മുതൽ ടെക്നോളജി വരെ എല്ലാം ആ സമയത്ത് അവിടെ എത്തണം. അതൊരു പ്രോസസ്സാണ്. നമ്മളത് കുറേ വർഷങ്ങളായിട്ട് പെർഫെക്റ്റ് ചെയ്തൊരു പ്രോസസ്സാണ്. ലോഞ്ച് നടക്കുമ്പോൾ ആ പ്രോസസ്സ് റൺ ചെയ്തോളും. ആർക്കും ടെൻഷനും ബഹളങ്ങളും ഒന്നുമില്ല അവിടെ. അതെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും സച്ചിൻ ടെണ്ടുൽക്കർ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പോലെയാണ് എല്ലാവരും ISRO ചെയർമാനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പൊസിഷൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ISRO ചെയർമാൻ മാത്രമൊന്നുമല്ല അവിടെ എല്ലാം ജോലി ചെയ്യുന്നത്. ISRO ചെയർമാൻ ചെയ്യേണ്ട ജോലികളൊക്കെ ഡിഫൈൻ ചെയ്ത ശേഷം സമാധാനമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ സമയത്തൊന്ന് മനസ്സിലാക്കുക. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കാണുന്ന പോലുമില്ല. അതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് പാഡിൽ ആ റോക്കറ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് കണക്ടിവിറ്റി ചെയ്യുന്നവരുണ്ട്, ലോഞ്ച് പാഡ് മൂവ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, വെതറിന് വേണ്ടി ബലൂണുകൾ ലോഞ്ച് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യുന്നവരുണ്ട്, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നൊരു വലിയ ടീം അവിടെ ട്രക്കുകളും ഫിൽ കപ്പളറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരെയൊന്നും കാണിക്കുന്നില്ല. ഈ പ്രൊവൈഡ് ഡയറക്ടർ മാത്രമേ കാണിക്കുന്നുള്ളൂ.